ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ, അവധി ദിവസമാണല്ലോ. കുറച്ച് നേരം കിടന്നുറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എൻ്റെ പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റിപ്പോയിട്ടോ. ഇന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നത് കാരണം മദ്രസയിൽ വിടാൻ പറ്റില്ല. 6:30ക്കാണ് മദ്രസ ഉള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം മദ്രസയിൽ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ഒരു 7:30 വരെ മദ്രസ എടുത്താലും ജസ്റ്റ് 1 മണിക്കൂർ അടുത്തേ അവന് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നപ്പോൾ വിടണ്ടെന്ന് വിചാരിച്ചു. 5 മണിക്ക് അലാം വെച്ച് 5:15 ഞാൻ എഴുന്നേറ്റു കേട്ടോ. പിന്നെ കുറച്ച് നേരം മടി പിടിച്ച് ഫോണൊക്കെ നോക്കിയിരുന്ന് 6 മണിയായപ്പോൾ ഇതാ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പതിവ് പോലെ ചായക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ബീൻസും സോയാ ചങ്ക്സും ആണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത്. ബീൻസ് അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, കുറച്ചുള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നലെ അരച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതാ നോക്കി, അത് അങ്ങനെ പൊങ്ങിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് തണുപ്പായതുകൊണ്ടാണോ എന്നറിയില്ല. കുറച്ചുകൂടി കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം, അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ എൻ്റെ ചായയും ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വർക്ക് ഏരിയയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബീൻസ് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഉച്ചക്കത്തെ കറിയാണ് റെഡിയാക്കുന്നത്. ഇഡ്ഡലി അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടി സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തെ കറിയാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ സോയാ ചങ്ക്സ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മഞ്ഞളും ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ബീൻസ് നമുക്ക് നേരെ ഒന്ന് ആവി കയറ്റി എടുക്കാം കേട്ടോ. ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള സവാള കട്ട് ചെയ്ത് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ സോയാ ചങ്ക്സ് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ ബീൻസും നല്ലപോലെ ആവിയിൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുത്തു കേട്ടോ. ഇത് വേവാനുള്ളൊരു സമയം ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി ചെടിയൊക്കെ ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി വെച്ച് തുടങ്ങാം. അപ്പോൾ 2 പാൻ വെച്ചിട്ടുണ്ട്. ഒന്നിൽ ബീൻസ് റെഡിയാക്കാനും ഒന്നിൽ സോയാ ചങ്ക്സ് റെഡിയാക്കാനാണ് കേട്ടോ. കൂടെ തന്നെ ചോറൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചാണ്, എങ്കിലും നമ്മൾ ഊറ്റണ സമയത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചിട്ടാണല്ലോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീൻസ് ഉണ്ടാക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് ഞാൻ എപ്പോഴും ബീൻസ് ഉണ്ടാക്കുന്നത്. പിന്നെ വല്ലപ്പോഴും ഒരു ചേഞ്ച് വേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് സാധാരണ സവാളയൊക്കെ ഇട്ട് വഴറ്റി ഉണ്ടാക്കുന്നത്. അല്ലാത്ത രീതിയിലെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ്. ഒന്ന് ആവിയിൽ വേവിച്ചതിന് ശേഷം തേങ്ങയിൽ കുറച്ച് 2-3 ഉള്ളി, 2 വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. എന്നിട്ട് കടുക് പൊട്ടിച്ചിട്ട് ഇതങ്ങടെ ആദ്യം ഇട്ട് കൊടുക്കും. ചെറുതായിട്ട് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോഴേക്കും, തേങ്ങയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴത്തേനും നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുക്കും. ഈ രീതിയിൽ തന്നെയാണ് ക്യാരറ്റും ബീട്രൂട്ടും ബീൻസും എല്ലാം ഞാൻ റെഡിയാക്കുന്നത്. സോയാ ചങ്ക്സ് എപ്പോഴും ഒരേപോലെ തന്നെയാണ് എടുക്കാറ്. ഞാൻ മുമ്പൊക്കെ കുറച്ചുകൂടി വലിയ സോയാ ചങ്ക്സ് ആണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ, ഇപ്പോൾ ചെറുതാണ് കേട്ടോ വാങ്ങിക്കുന്നത്. കുറച്ചുകൂടി നല്ലത് ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിക്കാനൊക്കെ സുഖം ചെറുതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഇതേപോലെ തന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് വഴറ്റിയതിന് ശേഷം കൂടെ കുറച്ച് സവാള ഇട്ട് വഴറ്റും. സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിൽ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് നമ്മളുടെ ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് എന്താ പറയുക നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വരുമ്പോഴാണ് സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞതിന് ഇന്ന് വെച്ച സോയാ ചങ്ക്സ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. എന്തൊക്കെയോ ഒരു കുറവ് എനിക്ക് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. കഴിഞ്ഞോട്ടുണ്ടായത് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട്. നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാനൊക്കെ തോന്നുമായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പോൾ സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പോഴത്തേനും നമ്മളുടെ ഇഡ്ഡലി മാവ് കുറച്ചും കൂടി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഡ്ഡലിക്കുള്ള ചമ്മന്തിയാണ് അരക്കുന്നത്. സാമ്പാർ കഷ്ണങ്ങളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴും ചട്നി തന്നെയാണ് അരക്കുന്നത്. ഇടയ്ക്ക് മാത്രം ഉണ്ടാ സാമ്പാർ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചട്നി ഉണ്ടാക്കാറ്. നിങ്ങളും കൂടി ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കും. നല്ല ടേസ്റ്റിയാണ് ഇങ്ങനത്തെ ചമ്മന്തി. ഞാൻ ആദ്യം ഇതേപോലെ തിളപ്പിച്ചാണ് ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ടേസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാത്ത കാരണം ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് അവസാനം കണ്ടുപിടിച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും.
എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് കടുക് താളിച്ചൊഴിക്കുന്നത് കേട്ടോ. ഇതേപോലെ ഒരു പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം 2 വറ്റൽമുളകും കൂടെ കുറച്ച് കറിവേപ്പിലയും ലാസ്റ്റ് കുറച്ച് ചുവന്ന മുളക് പൊടി കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് അങ്ങോട്ട് ഇളക്കിയെടുക്കും. ഈ മുളക് പൊടി ചേർക്കുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ പാൻ ഓഫ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ പൊടിയൊക്കെ അങ്ങോട്ട് കരിഞ്ഞു പോയില്ലേ. എന്നിട്ട് ഇതങ്ങോട്ട് നേരെ നമ്മളുടെ അരച്ച് വെച്ചേക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങളിങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇത്രയെങ്കിലും തിക്നെസ്സിൽ ഉണ്ടാക്കണം കേട്ടോ. കൂടാതെ ഭയങ്കരമായിട്ട് അരഞ്ഞു പോവുകയും ചെയ്യരുത്. അരഞ്ഞു പോയിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ചട്നിയുടെ ടേസ്റ്റൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ആഹിൽ ക്ലാസ്സിലേക്ക് പോകട്ടെ. ആഹിൽ ധൃതി പിടിച്ചാണ് പോയത്, പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് വേഗം ഫുഡൊക്കെ കഴിച്ച് പോയി. അപ്പം ഞാനും ആലിമും ഹസ്ബൻഡും കൂടി ഒരുമിച്ച് കഴിക്കാനിരിക്കാം കേട്ടോ. ആലിമിന് ഇങ്ങനെ 2 വെച്ച് കൊടുത്തിട്ടുണ്ട്. വെറുതെ വെച്ച് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ, ആ ഒരു ഭംഗിക്ക് വെച്ച് കൊടുത്തെന്നുള്ളൂ. ഒരെണ്ണം കഴിച്ചാൽ കഴിച്ചു എന്ന് പറയാം, അത്രയേ ഉള്ളൂ. ഇഡ്ഡലിക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. അതിൽ ആ വറ്റൽമുളകൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൂടി അങ്ങോട്ട് കൂട്ടി കുഴച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെയാണ് ഈ ചട്നിയും കൂടി കൂട്ടി ഇങ്ങനെ മുക്കിയല്ല കഴിക്കുന്നത്, ഇങ്ങനെ ഉടച്ച് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എന്തൊരു ടേസ്റ്റാണെന്നറിയാം ഇങ്ങനെ കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ചമ്മന്തി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, അറിയാത്തവർക്കാണ് കേട്ടോ പറഞ്ഞത്. ആലിമിനെ അംഗനവാടി കൊണ്ടുപോയി ആക്കി വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ മേളിലൊക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ഇത് ആഹിലിൻ്റെ റൂം നോക്കി കിടക്കുന്ന കോലം കണ്ട്. ഇങ്ങനെയാണ് ആഹിലിൻ്റെ റൂം കിടക്കുന്നത്. ചിലപ്പോൾ ഒരു ബോധോദയം ഉണ്ടായി പെട്ടെന്ന് തന്നെ ഒക്കെ ക്ലീൻ ആക്കിയിടും കേട്ടോ. പക്ഷെ മിക്കപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്. അവൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനുള്ളത് ഇതൊക്കെ ഒരു സൈഡിൽ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബാസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ ആ ബാസ്ക്കറ്റെ പാടി എടുത്തുകൊണ്ട് പോയിട്ടാണ് വാഷ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് വാഷ് ചെയ്യാനുള്ളത്. അപ്പോൾ പുള്ളിക്കാരൻ എന്താണെന്ന് വെച്ചാൽ ഇടുന്ന മാറുന്ന ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് കൂട്ടിയിടും. എന്നാൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് ആ ബാസ്ക്കറ്റ് വെക്കാവുന്നേ ഉള്ളൂ. തൊട്ടിപ്പുറത്ത് തന്നെ ഇരിക്കുന്നത്, പക്ഷേ അതൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മേളിലത്തെ റൂംസൊക്കെ എല്ലാ ദിവസവും ഒന്നും ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. ഇടയ്ക്ക് മാത്രമാണ് ക്ലീൻ ചെയ്യുന്നത്. താഴെയാണ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം അങ്ങനെ നമ്മൾ യൂസ് ചെയ്യാത്തൊരു പ്ലേസാണ്. ആഹിലിൻ്റെ റൂം മാത്രമേ ഉള്ളൂ. അതും അവൻ കിടക്കാൻ മാത്രമേ ആ റൂമിലേക്ക് പോകാറുള്ളൂ, അല്ലാത്തപ്പോൾ എപ്പോഴും താഴെ തന്നെയാണ്. അതുകൊണ്ട് ഇടയ്ക്ക് മാത്രമാണ് അവൻ്റെ റൂംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കബോർഡ്സൊക്കെ നല്ലോണം തുടക്കാനുണ്ട് കേട്ടോ. അത്യാവശ്യം പൊടിയായിട്ടുണ്ട്. അപ്പോൾ കബേർഡ്സൊക്കെ ഒന്ന് തുടക്കണമെങ്കിൽ ആദ്യം തന്നെ വന്നിട്ട് ഇവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം കേട്ടോ. ഇതേപോലെ റഫായിട്ട് മാറ്റിയിട്ടിട്ട് പോവാം. കറക്റ്റായിട്ടൊന്നും എടുത്ത് വെക്കുകയൊന്നുമില്ല കേട്ടോ. വെക്കും, ആ ഒരു പ്ലേസിൽ വെക്കും. പക്ഷെ അതൊരു പ്രോപ്പറായിട്ട് ഭംഗി തോന്നുന്ന രീതിയിലൊന്നും അല്ല വെക്കുന്നത്. വെറുതെ ഒന്ന് റഫായിട്ട് ഇട്ടിട്ട് പോവും. അപ്പോൾ അവിടേക്കൊന്ന് ഒതുക്കിയാണ് ആദ്യം വെക്കുന്നത്. അവൻ്റെ കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ കട്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. രാവിലത്തെ ടൈം ടേബിൾ അനുസരിച്ച് കൊണ്ടുപോയിട്ട് ബാക്കി അങ്ങനെ തന്നെ കട്ടുമ്പോൾ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. അതിനുശേഷം കേട്ടോ കബേർഡ്സൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുന്നത്. ആഹിലിൻ്റെ ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് തുറക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. വുഡിൻ്റെയൊക്കെ സ്മെല്ലാണ് അധികം. എപ്പോഴും നമ്മൾ തുറക്കാത്തതുകൊണ്ട് എപ്പോഴും ആ ഒരു വുഡിൻ്റെയൊക്കെ ഷോപ്പിൽ ചെല്ലുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ല, ആ ഒരു സ്മെല്ലാണ് കേട്ടോ എപ്പോഴും. അപ്പോൾ ഇത് അങ്ങനെ ഒട്ടും യൂസ് ചെയ്യാത്തൊരു എന്താ പറയുക ഡ്രസ്സിങ് യൂണിറ്റാണ്. അവൻ്റെ റൂമിൽ അവൻ്റെ കബേർഡ്സിന് മാച്ചായിട്ട് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടേക്കൊന്ന് പൊടി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളയുന്നുണ്ട്. അതിനുശേഷം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റൊന്നും മര്യാദക്കൊന്നും അവൻ വിരിച്ചിടുകയൊന്നുമില്ല. കിടക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വിരിച്ചിടും. രാവിലെ പിന്നെ ഇങ്ങനെ തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ അവിടേക്കൊന്ന് നീറ്റാക്കി വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് കേട്ടോ ഒന്ന് അടിച്ചു വാരുന്നത്. അപ്പോൾ ജനലിൻ്റെ സൈഡൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ചൂലും കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് കളയാം കേട്ടോ. അതിനുശേഷം എല്ലായിടത്തും നല്ലപോലെ ഒന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ പൊടിയുണ്ട് കേട്ടോ അകത്ത്, ഭയങ്കരമായിട്ടൊന്നുമില്ല. ആഹിലിൻ്റെ റൂം കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ റൂമിലും ഒന്ന് അടിച്ച് ക്ലീനാക്കി ഇടുന്നുണ്ട്. ഡെയിലി നമ്മൾ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അടിക്കേണ്ട ആവശ്യമില്ല, തുടച്ചങ്ങോട്ട് പോന്നാൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായി തുടച്ചിട്ട്, അതുകൊണ്ടാണ് അടിച്ചിട്ട് പിന്നെ തുടക്കാമെന്ന് ഓർത്ത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഹോളും ഒന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡ് ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. കൂട്ടത്തിൽ ബാൽക്കണിയും ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ബാൽക്കണി അടിക്കാണ്ട് ഒരു രക്ഷയില്ല, കാരണം നല്ല പൊടിയാണ്. ഫ്രണ്ടിൽ തന്നെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ലപോലെ പൊടി അടിക്കാറുണ്ട്. പിന്നെ ചെടികളിൽ നിന്ന് ഇലയും കൊഴിഞ്ഞ് വീഴാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ തുടക്കലാണ് കേട്ടോ. അടിച്ചു വാരി എല്ലാം ക്ലീനാക്കിയതിന് ശേഷം എല്ലായിടത്തും ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. കാര്യമായിട്ട് അങ്ങനെ എന്താ പറയുക, പൊടിയൊന്നും ഉണ്ടായില്ല. താഴത്തെ പോലെയുള്ള പൊടിയൊന്നും മേളിൽ ഉണ്ടാവാറില്ല. കുറച്ച് ദിവസം തുടക്കാത്തതിൻ്റേതായ പൊടികളേ ഉള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഒന്ന് തുടച്ച് എല്ലായിടത്തും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ബാൽക്കണിയിൽ ഇങ്ങനത്തെ മോപ്പാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ വെച്ചേക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് കടന്നു പോകുന്ന രീതിയിലുള്ള മോപ്പ് വേണം. അപ്പോൾ ബാൽക്കണിയിൽ ഞാൻ ഈ ഒരു പഴയ മോപ്പാണ്, ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. മറ്റേത് അല്ലാണ്ടുള്ള സ്ഥലങ്ങളിൽ തുടക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ മേളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ചൂലും മോപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. താഴെ വേറെ ഉണ്ട്, മേളിലും വേറെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ താഴേന്ന് ഇനിയിപ്പോൾ മേളിലേക്ക് എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ മോപ്പ് എടുത്തില്ല എന്നൊക്കെ ഓർക്കുന്നത്. പിന്നെ താഴേക്ക് ഇറങ്ങി പോകണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് സൗകര്യമാണ് കേട്ടോ. അവിടെ തന്നെ ആ ഒരു പ്ലേസിൽ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് അടിച്ചു വരാനും എല്ലാം സൗകര്യം. മോപ്പും ചൂലും മാത്രമല്ല കേട്ടോ, നമ്മൾ മാറാമ്പൽ തുടക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേളിലും സെപ്പറേറ്റ് ഉണ്ട്. അതേപോലെ പൊടി അടിച്ച് കളയുന്നത് അതൊക്കെ താഴെയുള്ള പോലെ തന്നെ മേളിലുണ്ട്. ലിക്വിഡ് തുടക്കുന്ന ലിക്വിഡുകൾ അതൊക്കെ എല്ലാം സെപ്പറേറ്റ് തന്നെ മേളിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻ്റ് ആണ്, നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പെരുമാറാനൊക്കെ ഭയങ്കര സൗകര്യമാണ്. അങ്ങനെ നമ്മൾ രണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും തുടച്ച് നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സൈഡിൽ കുറച്ച് ഡ്രസ്സ് കിടക്കുന്നുണ്ട്, അതിപ്പോൾ ഞാൻ അലക്കിയിട്ടത് കൊണ്ടുവന്ന് ഇട്ടാണ് കേട്ടോ. ഈ മടക്കൽ ആണ് എൻ്റെ ഒരു പെൻഡിങ് ആവുന്ന ജോലി. അതെപ്പോഴും 2-3 ദിവസമെത്തി എനിക്കൊരു തോന്നുമ്പോൾ മാത്രമേ ഞാൻ മടക്കി വെക്കുള്ളൂ കേട്ടോ. അതെനിക്കൊരു കുറച്ച് മടിയുള്ളൊരു കാര്യമാണ്. അതപ്പോൾ 2 ദിവസം എന്തായാലും ആ സോഫ അങ്ങനെ തന്നെ കിടപ്പുണ്ടാവും. അപ്പോൾ ഇനിയിപ്പം 11:30 ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ട്യൂഷന് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ട്യൂഷന് വന്ന് പോയതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഇരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.